നമുക്കിപ്പോൾ നവമിയിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ ആർ വി ബാബു, ഹിന്ദു ഐക്യവേദി നേതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എമ്പുരാൻ സിനിമയിലെ ഈ സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ച ഭാഗങ്ങൾ, നിങ്ങൾ ഉന്നയിച്ച ആ ഭാഗങ്ങൾ അല്ലെങ്കിൽ വലിയ വിമർശനമുണ്ടായ ഭാഗങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. 17 ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയത് എന്നാണ് അറിയുന്നത്. പുതിയ എഡിറ്റ് ചെയ്ത പതിപ്പ് തിങ്കളാഴ്ച തിയേറ്ററുകളിലെത്തും, അടുത്ത ആഴ്ച തിയേറ്ററുകളിലെത്തുമെന്നും പറയുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? ഈ എമ്പുരാൻ സിനിമയിലെ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് കൊണ്ട് അതിന്റെ കേന്ദ്ര പ്രമേയം ഇല്ലാതെയാവുമോ? കേന്ദ്ര പ്രമേയം അങ്ങനെ തന്നെ നിലനിൽക്കില്ലേ? വെട്ടിമാറ്റുന്നതിനും ഒരു കണക്കില്ലേ? കേന്ദ്ര പ്രമേയം രാജ്യവിരുദ്ധമായ പ്രമേയമാണ്. ഈ നാട്ടിലെ ജനങ്ങളെ രണ്ടായി വിഭജിക്കുന്ന ഒരു പ്രമേയമാണ്. യഥാർത്ഥത്തിൽ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു പ്രമേയമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് വന്നിട്ടുള്ളത്. ഏകപക്ഷീയമായി ഇവിടെ മുസ്ലിം സമൂഹം വേട്ടയാടപ്പെടുന്നു എന്നുള്ള നിലയ്ക്കും ഹിന്ദുത്വ സംഘടനകളുടെ നേതാക്കന്മാര് ഈ രാജ്യത്ത് തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലയ്ക്കൊക്കെയുള്ള ഒരു രീതി കൊണ്ടുവരിക, വളരെ സ്തുത്യർഹമായ രീതിയിൽ അന്വേഷണ ഏജൻസികളായി പ്രവർത്തിക്കുന്നു. ഇപ്പൊ NIA പോലുള്ള ഒരു അന്വേഷണ ഏജൻസിയെ എത്ര മോശമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോ അതിന്റെ കേന്ദ്ര പ്രമേയത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എമ്പുരാനിൽ എന്നതിനെ സംബന്ധിച്ച് അത് സാധ്യമല്ലല്ലോ. അങ്ങനെ ഒരു സിനിമ ആക്കി മാറ്റാൻ സാധ്യമല്ല. ചില ഭാഗങ്ങൾ വെട്ടി മാറ്റാൻ സാധിക്കുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് അതിന്റെ കേന്ദ്ര പ്രമേയം തന്നെ യഥാർത്ഥത്തിൽ അത് രാജ്യവിരുദ്ധമാണ്. അടിസ്ഥാനപരമായിട്ട് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്തതാണ്. സിനിമ തന്നെ പിൻവലിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? ഹലോ, സിനിമ തന്നെ പിൻവലിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആരെങ്കിലും സിനിമയ്ക്കെതിരെ പ്രതിഷേധവുമായിട്ട് തിയേറ്റർ വെട്ടിപ്പൊളിക്കാനോ അല്ലെങ്കിൽ അത് ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ? ഇല്ല. സോഷ്യൽ മീഡിയയിൽ നിരുത്തരവാദപരമായ അഭിപ്രായം പറയുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സംഘടനകൾ ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ സിനിമ ആരാധകരെ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ആരാധകരെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്നതായി പോയി. മോഹൻലാലിനെ പോലുള്ള ഒരു നടൻ അഭിനയിക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ തോതിൽ ഈ സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടിയതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മോഹൻലാലിനെ പോലും വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട്, സ്ക്രിപ്റ്റ് റൈറ്ററെ പോലും വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഈ സിനിമ പോയത് എന്നൊക്കെയാണ് എനിക്ക് മറ്റു സോഴ്സുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അത് അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളെങ്കിൽ ഇതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഈ സിനിമ ഇറക്കിയതിൽ ആരുടെയൊക്കെയോ ഫണ്ടിങ് ഇതിന്റെ പുറകിലുണ്ട് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനകത്ത് അന്വേഷണം വരണം എന്നൊക്കെ തന്നെയാണ് താങ്കളും പറയുന്നത്? ആ കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നാണ്. നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ഇത്രയും കോടികൾ മുടക്കി ഇറക്കിയ ഒരു സിനിമ, താങ്കൾ പറഞ്ഞതുപോലെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ, അതങ്ങനെ രാജ്യവിരുദ്ധ താല്പര്യത്തോടെ ഇറങ്ങിയതാണ് എന്ന് തെളിയുകയാണെങ്കിൽ എന്താണ് ഇനി ചെയ്യാൻ കഴിയുക? ഇതിന് സെൻസർ ചെയ്ത ആൾക്കാർ ഉത്തരവാദികളാണ്. ഞാനിതിനകത്ത് ആരെയും സ്പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സെൻസർ ബോർഡിലെ ആളുകൾ ഇതിന് ഉത്തരവാദികളാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആലോചിക്കണമായിരുന്നു. അപ്പോൾ സെൻസർ ബോർഡിൽ ആരാണത്? BJP-കാരാണോ അല്ലെങ്കിൽ അതൊന്നുമല്ല ഘടകം. സെൻസർ ബോർഡിലെ ആളുകൾ ഉത്തരവാദികളാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോ ആരൊക്കെയാണോ അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ? ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയല്ലല്ലോ. ഇപ്പൊ ലൂസിഫറിന്റെ തുടർച്ചയായിട്ടാണ്. ലൂസിഫർ ഒരു പ്രൊപ്പഗണ്ട സിനിമയായിരുന്നില്ല. അപ്പൊ ലൂസിഫർ കാണാൻ പോകുന്ന മനോഭാവത്തോടെ ഞാനൊക്കെ സിനിമ നേരത്തെ തന്നെ കാണാൻ വേണ്ടി തയ്യാറായത് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ സാധാരണ ആദ്യത്തെ സിനിമയൊന്നും പോയി കാണുന്ന ഒരാളല്ല. 3-4 ദിവസം അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോയി കാണുന്ന ഒരാളാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് കിട്ടിയ ഹൈപ്പ് അനുസരിച്ച് ആദ്യ ദിവസം തന്നെ ബുക്ക് ചെയ്ത് പോയി കണ്ട ഒരാളാണ്. കാരണം അത് ലൂസിഫറിന്റെ ഒരു 2ാം ഭാഗം, അതിന് ലൂസിഫർ ഒരു പ്രൊപ്പഗണ്ട സിനിമയായിരുന്നില്ല. പക്ഷെ ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയുടെ രീതിയിലേക്ക് പോവുകയും ചില ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സിനിമ ഇറക്കിയത് എന്ന് വരുമ്പോൾ നമുക്കിപ്പോ അങ്ങനെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത് വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരു പ്രഖ്യാപനം ഈ സിനിമയുടെ ഇതിലുണ്ടായില്ല. തീർത്തും ഈ സിനിമ നമ്മളെയൊക്കെ മറച്ചു വെക്കുന്ന, അതായത് ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകളെ വഞ്ചിക്കുന്ന തരത്തിലായിപ്പോ ഈ സിനിമ. ഇത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഈ സിനിമയുടെ പ്രമേയം ഇങ്ങനെയാണ്, ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ട്രെയിലറിലൂടെയോ അല്ലെങ്കിൽ പ്രൊമോഷൻ മെറ്റീരിയലിലൂടെയോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കി പോകാമായിരുന്നു. ഇത് മൊത്തം ആരാധകരെയോ അല്ലെങ്കിൽ മൊത്തം പ്രേക്ഷകരെയോ വഞ്ചിക്കുന്ന സമീപനമായി പോയി. സത്യത്തില് പ്രൊപ്പഗണ്ട സിനിമ ഇറക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പ്രൊപ്പഗണ്ട സിനിമ ഇറക്കിക്കോട്ടെ, എത്രയോ സിനിമകൾ തന്നെ ഇറങ്ങുന്നു. പക്ഷേ അതിന്റെ അങ്ങനെയല്ലാത്തൊരു സിനിമയാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ട്
സാധാരണ നാഷണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് അതിനെ വിശ്വസിച്ചു കൊണ്ടുപോയി. അതൊരു ആന്റി നാഷണൽ സിനിമയാണ് ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന. ശരി, ശ്രീ ആർ വി ബാബു, ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്? ഞാനേ അതിനെക്കുറിച്ച് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി എടുത്തിട്ടുള്ള സിനിമയാണ്. സിനിമ എടുത്തവരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഈ 17 ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യുകയോ വില്ലന്റെ പേര് മാറ്റുകയോ ചെയ്തത് കൊണ്ട് ഈ എതിർപ്പ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് മാറുമെങ്കിൽ ആ സിനിമ ഓടട്ടെ എന്നല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയൊന്നും സിനിമ വ്യവസായം കൂടിയാണ്. അതിനകത്ത് ഒരുപാട് പേര് പണിയെടുക്കുന്നുണ്ട്, ഒരുപാട് പേര് അതുമായി ജീവിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ അതൊക്കെ ഉണ്ട്. ഞങ്ങളിത് പറയുമ്പോഴും ഞങ്ങള് മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിത് ബാൻ ചെയ്യണത്. ഇതൊന്നും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ പ്രവർത്തനം, ജനാധിപത്യ വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനം ഇവിടെ ഇതിനെ എതിർക്കുന്ന സംഘടനകളോ ആളുകളോ രംഗത്ത് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയാവുന്ന മേഖലയിൽ പറയുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോ ഇത് നിർമ്മിച്ച ആൾക്കാര്, ഇതിന് സംവിധാനം ചെയ്ത ആൾക്കാര് ആരൊക്കെയാന്ന് വെച്ചാല് അവരതിനെന്ത് പ്രായശ്ചിത്യം, അവർ പൊതുസമൂഹത്തിൽ വന്ന് തങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. താങ്കൾ ഒന്ന് തുടരാമോ? ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജെയ്ക്സി തോമസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജെയ്ക്ക്, ഇപ്പോൾ ഈ 17 രംഗങ്ങൾ ഉൾപ്പെടെ വെട്ടിമാറ്റുകയാണ് എമ്പുരാനിൽ നിന്നും. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പുതിയ പതിപ്പാകും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത പതിപ്പാകും അടുത്ത ആഴ്ച മുതൽ തിയേറ്ററുകളിലേക്ക് എത്തുക. താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, പൊതുവിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അണിനിരക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇക്കാര്യത്തിൽ ഒരൊറ്റ അഭിപ്രായമേ ഉണ്ടാവുകയുള്ളൂ. അതായത് അങ്ങേയറ്റം വംശീയമായ ബുദ്ധിയോടുകൂടെ കുടിലമായ വർഗീയ താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ശക്തികളാണ് ഈ ചിത്രത്തിലെ ചില രംഗങ്ങളെ സംബന്ധിച്ച് എതിർപ്പുന്നയിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു ആ രംഗങ്ങൾ അത്രയും ഏതാണ്ട് ചരിത്രത്തോട് നീതി പുലർത്തും വിധം ഇന്ത്യയിൽ ഇതിനോടകം സംഭവിച്ച വർഗീയ കലാപങ്ങളുടെ പലവിധ പരിച്ഛേദങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ അനുരണനങ്ങളാണ് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെതിരെ സ്വാഭാവികമായി വർഗീയ ശക്തികളുടെ ഒരു വലിയ ഹാലിളക്കം നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. ഇന്ന് എനിക്ക് തോന്നുന്നു യുവമോർച്ച ഔപചാരികമായി ഈ സിനിമയുടെ ഏറെ പ്രസക്തമായ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവഹിച്ച ആദരണീയനായ കേരളത്തിന്റെ ചലച്ചിത്ര നടൻ, ഒരുപക്ഷെ ഇന്ത്യക്ക് മുമ്പിൽ നമ്മുടെ അഭിമാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പൃഥ്വിരാജ്, അദ്ദേഹത്തിന്റെ വിദേശ ബന്ധം പരിശോധിക്കണം, അതായിരുന്നു അവരുടെ ആവശ്യം. BJP പ്രവർത്തകരായിട്ടുള്ള ഈ സെൻസർ ബോർഡിലെ അംഗങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ BJP കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള മാധ്യമ വാർത്തകളിൽ നിന്ന് ഉയർന്നു വന്ന പ്രതികരണങ്ങൾ. ഞാൻ പറയുന്നു, ഈ BJPയുടെയും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെയും ഒക്കെ ഭീഷണിയെ തുടർന്ന് അങ്ങയുടെ വാർത്ത പ്രകാരം 17 രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തെ വർഗീയത കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്യന്തം ഖേദകരമായ, ആശ്ചര്യപ്പെടുത്തുന്ന, അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മളുടെ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് മതങ്ങൾ, സമുദായങ്ങൾ, ജാതികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വ്യത്യസ്ത ആശയധാരകൾ, മാധ്യമങ്ങൾ ഇവയൊക്കെ പല കാലയളവിൽ ദയാരഹിതമായ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെ ആ സിനിമയോടും ആ സിനിമ ഉയർത്തുന്ന രാഷ്ട്രീയത്തോടുമുള്ള വിയോജിപ്പ് പലരും പറയും. ആ വിയോജിപ്പ് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. പക്ഷേ അതിന്റെ പേരിൽ ആ രംഗം പ്രദർശിപ്പിക്കാൻ പാടില്ല, ആ ചലച്ചിത്രം പ്രദർശിപ്പിക്കാൻ പാടില്ല. ആ ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും സൃഷ്ടാക്കൾക്കും വൈദേശിക ബന്ധമുണ്ട്, ഇന്ത്യ വിരുദ്ധ ശക്തികളാണ് എന്നൊക്കെ ആരോപിച്ചും ആക്ഷേപിച്ചും അവരെ തകർക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്, അങ്ങേയറ്റം അപലപനീയമാണ്. ഇന്ത്യ എന്ന ആശയം എന്തൊക്കെ മൂല്യങ്ങൾ ഉറപ്പു നൽകുന്നോ അതിനെ മുഴുവൻ തകർത്ത് കളയുന്ന, അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഏർപ്പാടാണ് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ. ശരി, വളരെയധികം നന്ദി ശ്രീ ജെയ്ക്സി തോമസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി നവമിയിലേക്ക് പോവുകയാണ്. നവമി, ഇനി ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങൾക്കപ്പുറം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ട സമയമാണെന്ന് തോന്നുന്നു. കാരണം ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സിനിമയ്ക്കെതിരെ വന്ന വലിയ വിമർശനങ്ങൾക്കൊടുവിൽ സിനിമയിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു. ആ ശബ്ദം പലയിടത്തും പ്രേക്ഷകരിലേക്ക് എത്താതെ ആ സിനിമ സംവിധായകൻ ഉദ്ദേശിച്ച രീതിയിലാകില്ല ഇനി പ്രേക്ഷകരിലേക്ക് എത്തുക. തീർച്ചയായും അശ്വതി, ഇനി അണിയറ പ്രവർത്തകർ ഇനി ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണവുമായി രംഗത്തെത്തുമോ എന്നാണ് നമ്മൾക്കിനി നോക്കിക്കാണേണ്ടത്. കാരണം അത്രയേറെ വിവാദം ഈ സിനിമ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. മോഹൻലാലിനെ പോലും ഈ സിനിമയുടെ പ്രിവ്യൂ കാണിക്കാതെയാണ് തിയേറ്ററിലേക്ക് ഇറക്കിയതെന്നൊക്കെ തരത്തിലുള്ള വാദങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് ഇനിയും
അറിയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു വിവാദങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണോ ഈ സിനിമാ നിർമ്മാതാക്കൾക്ക് ഇതിന്റെ ഭാഗങ്ങൾ വെട്ടിമാറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നത് എന്നത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിലൊക്കെ ഇനി അണിയറ പ്രവർത്തകരുടെ മറുപടി നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എന്തായാലും തിങ്കളാഴ്ച മുതൽ എമ്പുരാന്റെ പുതിയ വെട്ടിമാറ്റിയ ഭാഗങ്ങളായിരിക്കും തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക. പക്ഷെ അത് ഏത് വിധത്തിലാകും ഇനിയിപ്പോൾ ആ സിനിമയെ ആ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇനി വെട്ടിമാറ്റേണ്ടത്, പ്രധാനപ്പെട്ട സംഭാഷണങ്ങളാണ് വെട്ടിമാറ്റുന്നത്, ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഏത് വിധത്തിലായിരിക്കും പ്രേക്ഷകർ അതിനെ സ്വീകരിക്കുന്നത് എന്ന് കാണേണ്ടിയിരിക്കുന്നു. നിർമ്മാതാക്കൾ അല്ലെങ്കിൽ സിനിമയുടെ അണിയർ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരേക്കും പ്രതികരണവും നടത്തിയിട്ടുമില്ല. അശ്വിനി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.